നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ മെൻസ് കമ്മീഷൻ വാദം ആവർത്തിക്കുകയാണ്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒന്നും മിണ്ടരുത് എന്ന ദീപ രാഹുൽ ഈശ്വർ കരഞ്ഞ് കാല് പിടിക്കുകയാണ് രാഹുൽ ഈശ്വറിന്റെ. കാരണം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആരവവും ആഘോഷവും ആളുമൊക്കെ കണ്ടപ്പോൾ രാഹുൽ ഈശ്വർ വീണ്ടും ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് തൻ ജയിലിൽ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പേപ്പറിൽ എഴുതി സൂക്ഷിച്ച അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദീപ രാഹുൽ ഈശ്വർ വരികയും കാല് പിടിച്ചതും നിർത്ത് എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. കാര്യം ദീപ രാഹുൽ ഈശ്വർ അറിയാം, ഇത് നേരത്തെ ജാമ്യം കിട്ടേണ്ട കേസായിരുന്നു. പക്ഷേ ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ തന്നെ വീട്ടിലേക്ക് തെളിവെടുക്കാൻ വന്നപ്പോഴും അല്ലാതെ ആശുപത്രിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി പോയപ്പോഴും മെഡിക്കൽ പരിശോധന നടത്താൻ പോയപ്പോഴും ഒക്കെ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ആവർത്തിച്ച് താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇത് തന്നെ കുരുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാറും പുച്ചാറും മാധ്യമങ്ങളെ കാണുമ്പോൾ നിലവിളിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്തിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടനെ നോക്കൂ. രാഹുൽ മാങ്കൂട്ടൽ ഇപ്പോഴും പുറത്തിറങ്ങിയതിനു ശേഷം ഒരു അക്ഷരം പോലും ആരെയും കുറിച്ചും മിണ്ടിയിട്ടില്ല, ഒന്നിനെ കുറിച്ചും മിണ്ടിയിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെയാണ്, മുൻപും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചതും. അത് കൃത്യമായി മനസ്സിലാക്കി ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞു, കേസിനെ കുറിച്ച് ഒന്നും മിണ്ടരുത്, കേസിനെ കുറിച്ച് ഒന്നുമേ പറയരുത് എന്ന് ആവർത്തിച്ച് വിലക്കിയതും അതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം ഇറങ്ങിയ ദീപയെ ഇതാണ് പെണ്ണ്, ഇവളാണ് പെണ്ണ്, ഇതാവണം പെണ്ണെന്നൊക്കെ പറഞ്ഞ ആവേശത്തോടുകൂടി മെൻസ് അസോസിയേഷൻ ഒക്കെ തന്നെ പറയുകയും ഹാരമിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു ആഘോഷമാക്കി. അദ്ദേഹത്തിന്റെ മകൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്റെ 2 കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ ഒരിക്കലും അങ്ങനെ കള്ളം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ദീപയ്ക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ദീപ കുറച്ചുകൂടി കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇതിനു മുൻപും ദീപ രാഹുൽ ഈശ്വറിന്റെ ഓരോ മാധ്യമ ബൈറ്റുകൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാകും, എല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇനി രാഹുൽ ഈശ്വർ ചെന്നൊരു കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ദീപ രാഹുൽ ഈശ്വർ ഇത്തരത്തിലൊരു ഇടയിൽ കയറി അതങ്ങ് നിർത്തിച്ചത്. മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയായിരുന്നു ആ ഒരു കാര്യം ഉണ്ടായിരുന്നത്. തന്നെ അറസ്റ്റ് ചെയ്തത് നോട്ടീസ് നൽകാതെയാണെന്നും നോട്ടീസ് നൽകി എന്ന് പറയുന്നത് നുണയാണ് എന്നും ഇക്കാര്യം അയ്യപ്പസ്വാമിയെയും തന്റെ മക്കളെയും തൊട്ട് ആണയിടുകയാണെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദീപ രാഹുൽ ഈശ്വർ ഇടപെടുകയും നിർത്തൂ എന്ന് പറയുകയും ചെയ്തത്. കേസിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും രാഹുൽ സംസാരിക്കുന്നത് കണ്ടാണ് ഭാര്യ ദീപ കരഞ്ഞുകൊണ്ട് സംസാരം നിർത്താൻ രാഹുലിന്റെ കാല് പിടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ രാഹുൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ സംസാരം തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ആ ബൈറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം ദീപ കരയുന്നു, ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. ശരി, ഞാൻ കേസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, സംസാരിക്കാൻ ഉണ്ടായിരുന്നു, എനിക്ക് പറയാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും മലയാളി വാർത്ത കഴിഞ്ഞ ദിവസം പകർത്തിയ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ആരോടും ഇതിൽ ദേഷ്യമില്ല, ആർക്കെതിരെയും പരാതിയില്ല. പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഹലോ ശരി 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 ഓക്കെ. കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സാധനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 16 ദിവസത്തോളം അങ്ങനെ വ്യാജ പരാതി എന്ന് എനിക്ക് പറയാമല്ലോ, കേസിനെ കുറിച്ചല്ല, ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കള്ളപ്പരാതി എടുത്തൂടെ? ഇനി വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ, ഇപ്പൊ ഒരു കാര്യം കൂടെ, നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്, അത് പോലീസിനെതിരെയാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോ ഒരു 4-1 എന്ന സുപ്രീം കോടതി വിധി മാറി. അത് ശബരിമല കേസിലെയായിരുന്നു. അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം, അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്റെ മുത്തശ്ശിയാണ്, പിന്നീട് അമ്മയാണ്, പിന്നീട് ഞാനും പ്രയാർ സാറുമാണ്. അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോ ഒരു 4-1 സുപ്രീം കോടതി വിധി മാറി. ശരി, ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഇത് പിന്നെ ഇനി എന്താ അറിയോ, വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ്, വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ്. ആദ്യം തന്നെ ദീപയ്ക്ക്, അമ്മയ്ക്ക്, പ്രവീണിന്, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം. സംസാരിക്കുന്നില്ല, വേറൊരു
കാര്യം ഇതല്ല, വേറൊരു കാര്യമാണ്. ശരി, ഇനിയും രണ്ട് കാര്യങ്ങൾ. ഈ കേസോട് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് സാർ പറയൂ സാർ, എളുപ്പം പറയണേ സാർ. കേസുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് പറയുന്നു. എന്താ കണ്ടീഷൻ? ശരി, ഓക്കെ, ശരി. ഒരു സൈഡ് നോട്ടീസ് തന്നില്ലെന്ന് പറയാമല്ലോ. ശരി, ഓക്കെ, ഓക്കെ, ശരി, ഓക്കെ. ഒന്നും പറയുന്നു. ശരി, ഹൈക്കോടതി പോകുമെന്ന് പറയാമല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് ശരി, ഓക്കെ, ഓക്കെ, ശരി, ഓക്കെ. ഒന്നും പറയൂല. ശരി. അത് ഇതുമായിട്ട് എന്ത് ബന്ധം സർ? ശരി, ഓക്കെ, ശരി, ഓക്കെ, മനസ്സിലായി. ശരി, ഓക്കെ, മനസ്സിലായി. തന്റെ ജയിലിലെ പ്രതിഷേധം പോലീസിനെതിരെ ആയിരുന്നില്ലെന്നും മറിച്ച് മെൻസ് കമ്മീഷന്, അതായത് പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, സത്യം കൊണ്ടേ ജയിക്കാനാകൂ. ആരാന്റെ മക്കളെ കള്ളപ്പരാതിയിൽ അകത്താക്കിയാൽ കാണാൻ നല്ല രസമാണ്, അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ പ്രയാസം മനസ്സിലാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. അത് മാധ്യമങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ്. സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ലെന്നും ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാമെന്ന് വെച്ചാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമാണ് എന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് മകനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിർത്തി നാളെ ഇവരെ പോലെയുള്ള ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് എന്നും അതിനാലാണ് ഈ പോരാട്ടമെന്നും രാഹുൽ പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത, ദിലീപിനും നിവിൻ പോളിക്കും നീതി കിട്ടാത്ത നാട്ടിൽ നമ്മളെ പോലെയുള്ളവർക്ക് നീതി കിട്ടുമോ എന്നും രാഹുൽ ചോദിച്ചു. മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ രാഹുലിനെ മാലയിട്ടാണ് സ്വീകരിച്ചത്. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റും ചെയ്തിരുന്നു. 16 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ പോസ്റ്റും ഇട്ടിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമം ഇത് ആഘോഷിക്കുകയാണ്. ഒരു വശത്ത് അദ്ദേഹത്തെ പിന്തുണച്ചും മറുവശത്ത് അദ്ദേഹത്തെ കളിയാക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് നിരവധി ട്രോളുകൾ വരുന്നുണ്ട്. അങ്ങനെ ആ ദിവസം എത്തി മക്കളെ 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സൈബർ ലോകത്തെ ചർച്ചാ വിഷയം രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയിരിക്കുന്നു. ചന്ദ്രചൂഡൻ പടിയിറങ്ങി, ഇനി രാഹുൽ കാലം. അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോ പേര് നരസിംഹം എന്നാണ്, ദാ കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ എത്തിക്കൊണ്ട് ട്രോൾ രൂപത്തിലെത്തുന്നത്. കാരണം രാഹുൽ മാങ്കുടത്തിൽ ഉൾപ്പെടെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിന് അറസ്റ്റിലായി ജയിൽ മോചിതനായ രാഹുൽ ഈശ്വർ വെറും വാർത്തയല്ല, ഒരു ഫുൾ ഓൺ ത്രില്ലറാണ് ഇപ്പോൾ സൈബർ ഇടത്തിന്. ആരംഭം ഒരു ഫയർ ബ്രാൻഡ് പ്രസ്താവനയിലായിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ പേര് സമൂഹ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇടുകയും ചെയ്തതാണ് രാഹുൽ ഈശ്വറിന് വിനയായത്. പക്ഷേ രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നുണ്ട്, താൻ അങ്ങനെ ഉള്ള പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അതിജീവിത വിവാഹം കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യം ആദ്യം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലാണ്, ഈ സെഷൻസ് കോടതിയിലാണ് എന്നുള്ള കാര്യം കൂടി അനുമാനിക്കരുത്. എന്തായാലും പോലീസ് എത്തിയപ്പോൾ രാഹുൽ ഈശ്വർ വിട്ടില്ല. തന്റെ അറസ്റ്റ് അന്യായമാണെന്നും നിയമവിരുദ്ധമാണ് എന്നും പറഞ്ഞ് ഒരു സ്റ്റാൻഡിംഗ് ട്രിബ്യൂണൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു സിനിമാ കഥയെ പോലെ സംഭവങ്ങൾ. അറസ്റ്റ് രേഖപ്പെടുത്തി രാഹുൽ ഈശ്വർ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരിധിയിൽ ജയിലറയിലേക്ക് ഇതൊരു തെറ്റായ അറസ്റ്റാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഒരാഴ്ചയോളം നിരാഹാര സമരം കിടന്നു. പക്ഷെ കോടതി വഴങ്ങിയില്ല. ജാമ്യാപേക്ഷ തുടർച്ചയായി തള്ളിയതോടുകൂടി രാഹുൽ നിരാഹാരം അവസാനിപ്പിച്ചു. ആദ്യം ജില്ലാ ജയിൽ, പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റം. 16 ദിവസത്തെ ഈ ജയിൽവാസം സൈബർ ലോകത്തിന് വലിയൊരു ടോക്ക് ഓഫ് ദി ടൗൺ ആയി മാറുകയായിരുന്നു. ഒടുവിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പച്ചക്കൊടി. ജയിൽ കവാടത്തിൽ രാഹുൽ ഈശ്വറിനെ കാത്തുനിന്ന മെൻസ് അസോസിയേഷൻ പ്രവർത്തകരുടെ ഒരു മെഗാസ്റ്റാർ വരവേൽപ്പായിരുന്നു. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും അവർ രാഹുലിനെ വരവേറ്റു. അപ്പോൾ തന്നെ രാഹുൽ ബോർഡായി ഒരു പ്രസ്താവനയും തട്ടിവിട്ടു. ഇലക്ഷൻ കഴിയുന്നതുവരെ എന്നെ അകത്തിടണമായിരുന്നു, ഞാൻ പുറത്തുണ്ടെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അതെ, രാഹുൽ ഈശ്വർ പഴയ രാഹുൽ ഈശ്വർ തന്നെ. വാക്കുകൾക്ക് തീപ്പൊരി ഇപ്പോഴും ഉണ്ട്. പക്ഷെ കഥ അവിടെ തീർന്നില്ല. രാഹുൽ പുറത്തിറങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയയിൽ പൊടിപാറുന്ന ട്രോളുകളാണ്. വല്ലവന്റെ വാക്ക് കേട്ട് ജയിലിൽ പോയവൻ അയാളുടെ വാ അടങ്ങിയിരിക്കില്ലേ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് പേജുകൾ തോറും ഒഴുകിയെത്തുന്നത്. ചന്ദ്രചൂഡൻ ഇറങ്ങിയതും രാഹുൽ കാലവും മാങ്കൂട്ടവും എല്ലാം ചേർന്ന് ഒരു കോംബോ ട്രോൾ പൂരം സൈബർ ഇടത്തിൽ ഇറക്കിവിട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. രാഹുൽ ഈശ്വർ എന്ന പേര് ഒരു മീഡിയ മെറ്റീരിയൽ ആയി
മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും 16 ദിവസത്തെ ഈ ജയിൽ ടൂർ രാഹുൽ ഈശ്വറിന് പുതിയ ഊർജം നൽകിയിട്ടുണ്ടോ എന്ന കാത്തിരുന്ന് തന്നെ കാണണം. ഇനി രാഹുൽ ഈശ്വർ എന്തൊക്കെ പൊളി പ്രസ്താവനകൾ ഇറക്കും, എന്തൊക്കെ വിവാദങ്ങൾക്ക് തിരികൊളുത്തും, സൈബർ ലോകം ആകാംക്ഷയോടെ നോക്കുകയാണ് എന്നും രാഹുലിനെ കളിയാക്കി കുറെ പേർ പറയുന്നുണ്ട്. കാത്തിരിക്കാം പുതിയ രാഹുൽ കാലം കാഴ്ചക്കായി. പക്ഷേ കൃത്യമായ ഒരു തട അത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ സ്പീഷിക്കും. കാരണം ഇനിയും ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷെ രാഹുലിന് അത് വലിയ വിനയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ കേസ് അവസാനിക്കുന്നവരെയെങ്കിലും രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിൽ ദീപ രാഹുൽ ഈശ്വർ കൃത്യമായ ഒരു പിടിമുറുക്കം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റെല്ലാവരും പുറത്തു നിൽക്കും, രാഹുൽ മാത്രം അകത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വ്യക്തമായി മറ്റാരെക്കാളും നന്നായി ദീപ രാഹുൽ ഈശ്വറിന് അറിയാം.